ഇജ്നിൽ അസല, തേൻ കൊയ്തോളൂ, വല തക്സിർ അൽ ഖലിയത്ത, എന്നാൽ തേൻ കൂട് പൊട്ടിക്കരുത്. ഡോക്ടർ ആഇൽ അൽ ഖർണി എഴുതിയ ഒരു ലേഖനമാണിത്. അരിഫ്ഖു മാക്കാന ഫി ഷൈഇൻ ഇല്ലാ സാനഹു. റിഫ്ഖ് ആർദ്രത, സൗമ്യത, നൈർമല്യം. അത് മാക്കാന ഫി ഷൈഇൻ, ഒരു കാര്യത്തിലും അതില്ല, ഇല്ലാ സാനഹു, അതിനെ അലങ്കരിച്ചിട്ടല്ലാതെ. എന്ന് വെച്ചാൽ റിഫ്ഖ് എന്തിലൊക്കെ ഉണ്ടോ അതൊക്കെ ഭംഗിയുള്ളതായിരിക്കും. വമാ നുസിഅ മിൻ ഷൈഇൻ, റിഫ്ഖ് ഏതിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടോ ഇല്ലാ ഷാനഹു, അതൊക്കെ വികൃതമായിരിക്കും, ശോഭയില്ലാത്തതായിരിക്കും. അപ്പോൾ ഏതൊരു കാര്യത്തിലും, സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ റിഫ്ഖ് വേണം, സൗമ്യത വേണം, ആർദ്രത വേണം. അല്ലീനു ഫിൽ ഖിതാബി, സംസാരത്തിലുള്ള സൗമ്യത. അൽ ബസ്മത്തുൽ റായിഖത്തു അലൽ മുഹയ്യ, മുഖത്തുള്ള തിളങ്ങുന്ന പുഞ്ചിരി. അൽ കലിമത്തു ത്വയ്യിബത്തു ഇൻദൽ ലിഖായി, കണ്ടുമുട്ടുമ്പോഴുള്ള നല്ല സംസാരം, മധുരമുള്ള സംസാരം. ഹാദിഹി ഹുലലുൻ മൻസൂജത്തുൻ, ഇതൊക്കെ നെയ്തെടുക്കപ്പെട്ട വസ്ത്രങ്ങളാണ്. യർത്തദീഹ അസ്സുഅദാ, സന്തോഷവാന്മാർ ധരിക്കുന്ന. വഹിയ സിഫാത്തുൽ മുഅ്മിനി, ഇവയൊക്കെ മുഅ്മിനിൻ്റെ ഗുണങ്ങളാണ്. കന്നഹലത്തി തഅക്കുലു തൊയ്യിബൻ, കന്നഹലത്തി തേനീച്ചയെ പോലെയാണ്. തഅക്കുലു തൊയ്യിബൻ വ തസ്നഉ തൊയ്യിബൻ, അത് നല്ലതാണ് തിന്നുന്നതും, തസ്നഉ തൊയ്യിബൻ നല്ലതാണ് നിർമ്മിക്കുന്നതും. തേനീച്ച പൂന്തേനാണ് കുടിക്കുന്നത്, അത് നിർമ്മിക്കുന്നതോ അതേപോലെ തന്നെ നല്ല തേനാണല്ലേ. അപ്പോൾ അതുപോലെയാണ് മുഅ്മിൻ, സത്യവിശ്വാസിയുടെയൊക്കെ കാര്യം. അവർ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. ഓക്കെ. ഇദാ വഖഅത് അലാ സഹറത്തിൻ, തേനീച്ച ഒരു സഹറത്തിൻ്റെ മേൽ വീണാൽ, വന്നിരുന്നാൽ, ലാ തക്സിറുഹ, അല്ലെങ്കിൽ ലാ തുകസിറുഹ, അതിനെ പൊട്ടിക്കുന്നില്ല. കേടുപാട് പൂവിനൊന്നും പറ്റുകയില്ല തേനീച്ച വന്നിരുന്നാൽ. ലി അന്നല്ലാഹ യുഅതി അല റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫി. ഉൻഫ് മീൻസ് അക്രമം, റിഫ്ഖിൻ്റെ ഓപ്പോസിറ്റാണ്. ഉൻഫിന് നൽകാത്തത്, കാരണം അള്ളാഹു ഉൻഫിന് നൽകാത്തത് റിഫ്ഖിന് നൽകിയിട്ടുണ്ട്. നൈർമല്യത്തോട് പെരുമാറിയാൽ ആർക്കും ഒരു അപകടവും പറ്റുകയില്ല. ഇന്ന മിനന്നാസി, ജനങ്ങളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. മൻ തശ്റഇബ്ബു ലിഖുദൂമിഹിം അൽ അനാഖു, അവരുടെ വരവിൽ കഴുത്തുകൾ നീളും. അതായത് അവർ വന്നാൽ ജനങ്ങളുടെ കഴുത്തുകൾ നീളും അവരെ കാണാൻ വേണ്ടി. വാ തഷ്ഖസു ഇലാ ത്വലആതിഹിമുൽ അബ്സാറു, അവരുടെ അപ്പിയറൻസ് ഒന്ന് നോക്കിക്കാണാൻ വേണ്ടി കണ്ണുകൾ വിടരും. വാ തുഹീഹും അൽ അഫ്ഇദത്തു വാ തുശയ്യിഉഹുമുൽ അർവാഹ്, അവർ ഹൃദയങ്ങളെ ജീവിപ്പിക്കുകയും റൂഹുകൾ, ആത്മാക്കളെ സംതൃപ്തരാക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ നല്ലവരായ ആളുകളാണ് അവർ. നല്ലവരായ ആളുകൾ വരുമ്പോൾ ജനങ്ങൾ അവരെ കാണാൻ വേണ്ടി നിൽക്കും. അവരെ ജനങ്ങൾ കാണുന്നതിൽ ജനങ്ങൾക്ക് സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ കാണുന്നത്? ലിഅന്നഹും മഹബൂബൂന ഫി കലാമിഹിം, കാരണം അവർ അവരുടെ സംസാരത്തിൽ പ്രിയപ്പെട്ടവരാണ്. ജനങ്ങളോട് അവർ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ സംസാരം ഇഷ്ടമാണ്. ഫി അഖ്ദിഹിം വ അതാഇഹിം, അതിലൊക്കെ അവർ പ്രിയപ്പെട്ടവരാണ്, എടുക്കലിലും കൊടുക്കലിലും. അതേപോലെ ഫി ബൈഇഹിം വ ശിറാഇഹിം, വാങ്ങലിലും വിൽക്കലിലും. ഫി ലിഖാഇഹിം വ വദാഇഹിം, കണ്ടുമുട്ടുമ്പോഴും പിരിഞ്ഞു പോകുമ്പോഴും. എപ്പോഴും ജനങ്ങളോട് നല്ലത് മാത്രം സംസാരിക്കുകയും ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾ. അവരെ കാണുമ്പോൾ ജനങ്ങൾ അവരെ കാണാൻ വേണ്ടി നിൽക്കും, അവരുടെ അടുത്ത് വരാൻ വേണ്ടി നിൽക്കും. അവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ മറ്റുള്ളവർക്ക് മഹബൂബുകളാണ്, പ്രിയപ്പെട്ടവരാണ്. ഇന്ന ഇക്തിസാബൽ അസ്തിഖായി, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ സമ്പാദിക്കൽ. ഫന്നുൻ മദ്റൂസുൻ, അത് പഠിച്ചെടുക്കേണ്ട ഒരു ഫന്നാണ്, ഒരു കലയാണ്. യുജയ്യിദുഹു അല്ലെങ്കിൽ യുജീദുഹു അൻ നുബലാ ഉൽ അബ്റാർ, നല്ലവരായ ബുദ്ധിമാന്മാർ അത് നന്നായി ചെയ്യുന്നുണ്ട്. നല്ലവരായ ബുദ്ധിയുള്ള ആളുകളാണ് കൂട്ടുകാരെ ഉണ്ടാക്കുന്നത്. ഫഹും മഹ്ഫൂഫൂന ദാഇമൻ വ അബദൻ, എപ്പോഴും അവർ വലയം ചെയ്യപ്പെട്ടിരിക്കും. ബിഹാലത്തി മിനന്നാസ്, ജനങ്ങളുടെ ഒരു പ്രഭയാൽ. മീൻസ് എപ്പോഴും ജനങ്ങൾ അവരുടെ അടുക്കലുണ്ടാകും. ജനങ്ങൾ അവരുടെ അടുക്കൽ ഇരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ കൂടെ കൂടാനും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും ജനങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും. ഇൻ ഹളറു ഫൽ ബിഷ്റു, അവർ വന്നാൽ
വൽ ഉനുസു, സന്തോഷവും ഇണക്കവും ഒക്കെ ആയിരിക്കും. മീൻസ് സന്തോഷമാണ് അവർ വന്നാൽ. വൈൻ റാബു, അവർ പോയാലോ അവരില്ലെങ്കിലോ ഫസ്സു ആലു, അവരെപ്പറ്റി ജനങ്ങൾ അന്വേഷിക്കും. വദ്ദു ആ, അവർക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കും. അതാണ് നല്ലവരായ ആളുകൾ. ഇന്ന ഹാ ഉല ഇസ്സു അദാ, ഈ സന്തോഷവാന്മാർ ലഹും ദസ്തൂർ അഖ്ലാഖിൻ, അവർക്കായൊരു പ്രത്യേകമായൊരു സ്വഭാവത്തിൻ്റെ ഒരു ഭരണഘടന അവർക്കുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകമായൊരു നല്ല സ്വഭാവമുണ്ട്, സൽസ്വഭാവമുണ്ട്. ഒൻവാനഹു, ആ ദസ്തൂറിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതിനെ കൊണ്ട് പ്രതിരോധിക്കുക. ഫൈദല്ലതി ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതിനെ കൊണ്ട് പ്രതിരോധിച്ചാൽ നിന്നോട് ശത്രുതയുള്ളവൻ നിന്നോട് ഏറ്റവും അടുപ്പമുള്ള ആളായി മാറും. ഏറ്റവും നല്ലതിനെ കൊണ്ട് പ്രതിരോധിച്ചാൽ. സൂറത്തുൽ ഫുസ്സിലത്തിലെ 34-ാമത്തെ ഫഹും യംതസ്സൂനൽ അഹ്കാദ, അവർ വെറുപ്പുകളെ വലിച്ചെടുക്കും. ബി ആതിഫത്തിഹിം അൽ ജയ്യാശ, അവരുടെ നിറഞ്ഞ സ്നേഹം കൊണ്ട്. വഹിൽമിഹിം അദ്ദാഫി, അവരുടെ ഊഷ്മളമായ വിവേകം കൊണ്ട്. വ സഫഹിഹിം അൽ ബരി, അവരുടെ നിഷ്കളങ്കമായ വിട്ടുവീഴ്ച കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവർ വെറുപ്പിനെ ഇല്ലാതാക്കും. യതനാസൗന അൽ ഇസാഅത്ത, മോശമായ കാര്യങ്ങൾ അവർ മറന്നുകളയും. വയഹ്ഫലൂനൽ ഇഹ്സാന, നല്ല കാര്യങ്ങൾ അവർ ഓർത്തു വെക്കും. തമുറു ബിഹിമുൽ കലിമാത്തു നാബിയത്തു, മോശമായ വാക്കുകൾ അവരിൽ കൂടെ പോകും. എന്നാൽ ഫലാ തലിജു ആദാനഹും, അവരുടെ ചെവികൾ അവയെ സ്വീകരിക്കുകയില്ല. അവർ മോശമായ വാക്കുകളൊന്നും കേൾക്കുകയില്ല. ബൽ തദ്ഹബു ബഈദൻ ഹുനാക്ക, മറിച്ച് അത് ആ മോശമായ വാക്കുകൾ വിദൂരതയിലേക്ക് പോകും. ഇലാ ഗൈരി റജ്അത്തിൻ, തിരിച്ചു വരവില്ലാതെ. മീൻസ് ഒരിക്കൽ അയാളുടെ മുമ്പിൽ മോശമായ വാക്ക് പറഞ്ഞയാൾ പിന്നെ അത് ആവർത്തിക്കുകയില്ല. ഹും ഫി റാഹത്തിൻ, അവർ സ്വസ്ഥതയിലാണ്. വന്നാസു മിൻഹും ഫി അംനിൻ, ജനങ്ങൾ അവരിൽ നിന്നും സുരക്ഷിതരാണ്. വൽ മുസ്ലിമൂന മിൻഹും ഫി സലാമിൻ, മുസ്ലിങ്ങൾ അവരിൽ നിന്നും സമാധാനത്തിലാണ്. അങ്ങനെ എന്തുകൊണ്ടും നല്ലവരായ ആളുകൾ. അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റ് മുസ്ലിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ മറ്റു മുസ്ലിങ്ങൾക്ക് കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരു ദ്രോഹവും ചെയ്യാത്തവനാണ് മുസ്ലിം, യഥാർത്ഥ മുസ്ലിം. വൽ മുഅ്മിനു, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ അമിനഹു അന്നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം, ജനങ്ങൾ അവരുടെ രക്തത്തെയും അവരുടെ ധനത്തെയും വിശ്വസിച്ചവരാണ്. അതായത് അവരുടെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റു ജനങ്ങൾ അവരുടെ രക്തവും അവരുടെ ധനവുമെല്ലാം പരിശുദ്ധമായി കാണുന്നു. അവരുടെ ധനത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ സത്തയിലും ഒന്നിലും ജനങ്ങൾ തെറ്റ് കാണുന്നില്ല, മോശമായത് കാണുന്നില്ല. ഇന്നല്ലാഹ അമറനി, അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അൻ അസുല മൻ ഖതഅനി, എൻ്റെ ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു. വ അൻ അഫു അമ്മൻ ലലമനി, എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു. വ അൻ ഉഅ്തിയ മൻ ഹറമനി, എനിക്ക് നൽകാത്തവന് നൽകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു. വൽ കാളിമീനൽ ഗൈള, കോപത്തെ അടക്കി നിർത്തുന്നവർ. വൽ ആഫീന അനിന്നാസി, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ. കോപത്തെ അടക്കി നിർത്തുകയും ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്നവരാണവർ, സത്യവിശ്വാസികൾ. ബഷീർ ഹാ ഉലായി, ഇവരെ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് ഇങ്ങനെയുള്ള സത്യവിശ്വാസികളായ നല്ലവരായ ആളുകളെ സന്തോഷവാർത്ത അറിയിക്കുക. എന്തുകൊണ്ട്? ബി സവാബിൻ ആജിലിൻ, ഉടനടിയുള്ള പ്രതിഫലം കൊണ്ട്. മിനത്തുമനീനത്തി, ശാന്തത. വ സക്കീനത്തി, സമാധാനം. വൽ ഹുദു, സ്വസ്ഥത പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉടനടി പ്രതിഫലമായി ലഭിക്കും എന്ന് അവരെ സന്തോഷവാർത്ത അറിയിക്കുക. വബഷിർഹും ബി സവാബിൻ ഉഹ്റവിയിൻ, ഉഹ്റവിയായ പ്രതിഫലം കൊണ്ടും അവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് പരലോകത്തും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് അവരെ സന്തോഷവാർത്ത അറിയിക്കുക. സവാബിൻ കബീരിൻ, വലിയ പ്രതിഫലം പരലോകത്ത് ലഭിക്കും. ഫി ജിവാരി റബ്ബിൻ ഗഫൂരിൻ, അങ്ങേയറ്റം പൊറുക്കുന്നവനായ റബ്ബിൻ്റെ അടുക്കൽ. ഫി ജന്നാത്തിൻ വനഹരിൻ, അരുവികളിലും സ്വർഗങ്ങളിലും തോട്ടങ്ങളിലുമായിക്കൊണ്ട്. മീൻസ് അവർ സ്വർഗാവകാശികളായിരിക്കും. ഫി മഖദി സിദ്ഖിൻ ഇൻദ മലിക്കിൻ മുഖ്തദിരിൻ, ഏറ്റവും ശക്തനായ അങ്ങേയറ്റം കഴിവുള്ളവനായ രാജാവിൻ്റെ അടുക്കൽ സത്യത്തിൻ്റെ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ. ഇരിപ്പിടങ്ങളിൽ
സത്യവിശ്വാസികൾ. സൂറത്തുൽ ഖമറിലെ 55-ാമത്തെ ആയത്താണത്. മുഖതബസ്തുമിൻ കിതാബി ലാ തഹസൻ. ലാ തഹസൻ എന്ന കിതാബിൽ നിന്നും എടുക്കപ്പെട്ട കുറച്ച് ഭാഗമാണ് മേലെ പറഞ്ഞ പാഠം. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? ഈ ലാ തഹസൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആഇൽ ബിൻ അബ്ദുല്ലാഹ് അൽ ഖർനിയാണ്. അദ്ദേഹം 1959 ഡിസംബർ 30 ജനിച്ചയാളാണ്. കാത്തിബുൻ വശായിറുൻ സൗദിയുൻ. സൗദി അറേബ്യക്കാരനായ എഴുത്തുകാരനും കവിയുമാണ്. ലഹുൽ കസീർ മിനൽ കുത്തുബി. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വൽ ഖുത്തബി ധാരാളം പ്രസംഗങ്ങളുണ്ട്. വൽ മുഹാലറാത്ത് ധാരാളം ലെക്ചേഴ്സ് ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. അസൗത്തിയ വൽ മർഇയ ഓഡിയോ വീഡിയോ രൂപത്തിലുള്ള. മിൻ ദുറൂസിൻ വ മുഹാലറാത്തിൻ പാഠങ്ങൾ എന്താണ് ക്ലാസ്സുകളും ലെക്ചറുകളും ഉണ്ട്. വാ ഉംസിയാത്തിൻ ഷിഅരിയത്തിൻ പിന്നെ എന്തുണ്ട് കവിതാ സദസ്സുകൾ, വനദ്വാത്തിൻ അദബിയ സാഹിത്യ സദസ്സുകൾ, ഇതൊക്കെ അദ്ദേഹം നടത്താറുണ്ട്. ഈ അദ്ദു കിതാബ് ലാ തഹസൻ. ലാ തഹസൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം എണ്ണപ്പെടുന്നു അബ്രസൻ തായിജിൽ ഖർനി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രചനയായിക്കൊണ്ട്. അൽ മഅരിഫി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഏറ്റവും മികച്ച രചനയായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നു. ഹൈസു ബി ആ മിൻഹു അക്സറ മിൻ അഷറത്ത് മലായിൻ നുസ്ഖത്തൻ. അത് ഈ പുസ്തകം, ഈ ലാ തഹസൻ എന്ന പുസ്തകം 10 മില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. മീൻസ് 1 കോടിയിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാ അഹമിയത്തു റിഫ്ക് കമാ ബയ്യനൽ കാത്തിബ്. കാത്തിബ് വിശദീകരിച്ചതുപോലെ റിഫ്കിൻ്റെ പ്രാധാന്യം എന്താണ് പ്രാധാന്യം? ഇദാക്കാന ഹുനാക റിഫ്കുൻ കുല്ലു ഷൈഇൻ യുസ്ബിഹു ജമീലൻ. റിഫ്കുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഭംഗിയുള്ളതായിത്തീരും. അതാണ് റിഫ്കിൻ്റെ പ്രാധാന്യം. ബിമ യസിഫുൽ കാത്തിബ് അൽ മുഅ്മിന. കാത്തിബ് മുഅ്മിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, വർണ്ണിക്കുന്നത്? മുഅ്മിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അൽ മുഅ്മിനു മൻ അമിനഹു അന്നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, മാ സിഫാത്തു സുഅദാഇ. സന്തോഷവാന്മാരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ആദ്യം പറഞ്ഞത് അല്ലേ. സിഫാത്തു സുഅദാഇ ഹിയ അൽ ലീനു ഫിൽ ഖിതാബി അൽ ബസമത്തു റായിഖത്തു അലൽ മുഹയ്യ അൽ കലിമത്തു തയ്യിബത്തു ഇൻദൽ ലിഖാ. ഇതൊക്കെയാണ് ഇവരുടെ സിഫാത്ത്. ആരുടെ? അസ്വാദ സന്തോഷവാന്മാരുടെ ഗുണങ്ങൾ. മാ ഖലീഖത്തു നഹല. നഹലത്തിൻ്റെ സ്വഭാവം എന്താണ്? നഹലത്തു തഅക്കുലു തൊയ്യിബൻ വ തസ്നഉ തൊയ്യിബൻ. നല്ലത് തിന്നുകയും നല്ലത് നിർമ്മിക്കുകയും ചെയ്യുന്നു. മനില്ലദി യുജയ്യിദു ഫി ഫന്നി ഇക്തിസാബിൽ അസ്തിഖാ. കൂട്ടുകാരെ ഉണ്ടാക്കുക എന്ന കല നന്നായി ചെയ്യുന്നത് ആരാണ്? അതാരായിരുന്നു പറഞ്ഞത്? അന്നുബലാ ഉൽ അബ്രാർ അല്ലേ, നല്ലവരായ ബുദ്ധിയുള്ളവർ. അവരാണ് എന്ത് ചെയ്യുന്നത്? നന്നായി കൂട്ടുകാരെ സമ്പാദിക്കുന്നത്. മാ ഉൻവാനു അഖ്ലാഖി സ്വാദ. അഖ്ലാഖു സ്വാദാൻ്റെ സന്തോഷവാന്മാരുടെ അഖ്ലാഖ്, അതിൻ്റെ ഉൻവാൻ എന്തായിരുന്നു? അത് ആ ആയത്ത് പറഞ്ഞു അല്ലേ, അതാണ് അതിൻ്റെ ഉൻവാൻ. സവാബുൽ ആജിലി ഹൗലായി സ്വാദ. ഈ സന്തോഷവാന്മാർക്കുള്ള ഉടനടി ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? അൽ ഹുദൂ വസ്സക്കീനത്തു വത്തുമഅനീനത്തു അല്ലേ. പിന്നെ മാഹിയൽ ഇബ്രത്തുല്ലത്തി തസ്തഫീദു മിൻ ഹാദ ദർസ്. ഈ പാഠത്തിൽ നിന്നും നിനക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഇദാ കുൻത ജയ്യിദൻ സൗഫ തഫൂസു. നീ നല്ലവനാണെങ്കിൽ നീ വിജയിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന പാഠം. ഇംലയിൽ ഫറാഗ പാഠഭാഗം നോക്കിയിട്ട് പൂരിപ്പിക്കുക. പിന്നെ ഇവിടെ ഇക്തഷിഫ് അൽ ജുമു അമിന നസിൽ നിന്ന് പാഠഭാഗത്ത് നിന്നും ജമ്മകൾ കണ്ടെത്തണം. ഹെക്കദുൻ വെറുപ്പ്, ജമ്മ അഹ്കാദ്. ഹലീലത്തുൻ വസ്ത്രം, ജമ്മ ഹുലലുൻ. ദമുൻ രക്തം, ജമ്മ ദിമാ. മാലുൻ ധനം, ജമ്മ അംവാൽ. ബസറുൻ കാഴ്ച, ജമ്മ അബ്സാർ കണ്ണ് എന്ന് പറയും. നബീലുൻ ബുദ്ധിയുള്ളവൻ, ജമ്മ നുബലാ. സഈദുൻ സന്തോഷവൻ, ജമ്മ സുഅദാ. ഉക്തുബുൽ മുലാരിയ എഴുതണം. ഇർത്തദ ധരിച്ചു, യർത്തദി മുലാരി ധരിക്കുന്നു. സന നിർമ്മിച്ചു, യസ്നഉ. കസ്സറ പൊട്ടിച്ചു, യുകസ്സിറു. ഇംതസ്സ വലിച്ചെടുത്തു, ആഗിരണം ചെയ്തു. യംതസ്സു. ഹഫിള സംരക്ഷിച്ചു, ഓർത്തു. യഹ്ഫളു. മറ നടന്നു, സഞ്ചരിച്ചു, പോയി.
യമുറു. ഇനി മാതി എഴുതണം. യഅ്കുലു തിന്നുന്നു, അക്കല തിന്നു. യുഅ്തി നൽകുന്നു, അഅ്ത്വ നൽകി. യസ്ലു എത്തുന്നു, വസല എത്തി. ഇവിടെ പടവത്ത് ചേർക്കുന്നു എന്നുള്ള അർത്ഥമാണ്. യലിജു എന്ത് ചെയ്യാം, സ്വീകരിക്കുക. വലജ യഷ്ഹസു വികസിക്കുക, വിടരുക. ഷഹസ യുജീദ് നന്നാക്കുക. അജാദ നന്നാക്കി. ഉക്തുബുൽ അൽദാദ ഫിൽമാന അർത്ഥം കൊണ്ട് ഓപ്പോസിറ്റായ വാക്കുകൾ എഴുതണം. റിഫ്കുൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉൻഫുൻ. ഉൻഫുൻ അതിൻ്റെ ഓപ്പോസിറ്റ് റിഫ്കുൻ. ഇസാഅത്തുൻ ഓപ്പോസിറ്റ് എഹ്സാൻ. ലിഖാൻ്റെ ഇത് ഫിറാഖ് അല്ലെങ്കിൽ ഖിയാബ് അല്ലേ. അഹദ എടുത്തു, അല്ലെങ്കിൽ അഹ്ദുൻ അതാണ് അഹ്ദുൻ എടുക്കൽ. അതിൻ്റേത് ഇഅ്താ നൽകൽ, വാങ്ങൽ നൽകൽ. ബൈഉൻ വിൽക്കൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ഷിറാഉൻ വാങ്ങൽ. ഇസ്തഅമൽ ഫിൽ ജുമൽ ജുംലയിൽ പ്രയോഗിക്കണം. ഇത്തഫക്ക, ഇൻഫജറ, ഫക്കറ, റഫള, ഇക്തശഫ ഒക്കെ ഇത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വായിച്ചതാണ് അല്ലേ. ഇത്തഫക്ക സബിയാനി അല തഖ്സീമിൽ ഹൽവയാത്ത്. രണ്ട് കുട്ടികൾ എന്ത് ചെയ്തു, ഹൽവ സ്വീറ്റ്സ് ഭാഗം വെക്കാൻ തീരുമാനിച്ചു. ഇൻഫജർ അൽ ബലൂൺ ബലൂൺ പൊട്ടി. റഫദൽ മുവല്ലഫ റിഷ്ഫ ഉദ്യോഗസ്ഥൻ കൈക്കൂലി നിരസിച്ചു. ഇക്തശഫൽ ആലിമു ദവാ അൻ ജദീദൻ ആലിമു പുതിയ മരുന്ന് കണ്ടുപിടിച്ചു. ഔക്കാ തിഫ്ലു അൽ കഅ്സ അലർലി കുട്ടി കപ്പ് താഴെയിട്ടു. ഫക്കർതു ഫി സഫരി ഇല ദുബൈയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ആലോചിച്ചു. ഇനി റത്തിബിൽ കലിമാത്ത് അലാത്തി ഹത്ത തക്കുന ജുമലൻ മുഫീദ നല്ല ജുംല മുഫീദയാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഓർഡറിലാക്കണം. ഫി സൊദ്രിക്ക അൽ ഇസ്മു ഹാക്ക മ ഇതൊരു ഹദീസാണ്. അൽ ഇസ്മു മാ ഹാക്ക ഫി സൊദ്രിക്ക തെറ്റ് എന്നത് നിൻ്റെ മനസ്സിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അതൊരു ഇറിറ്റേഷനായിട്ട് അവിടെ ഉണ്ടാകും. അതാണ് തെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അൽ ബിർറു ഇല അസിദ്ക്ക് ഇന്ന യഹദി ഇന്ന സിദ്ക യഹദി ഇലൽ ബിർരി സത്യസന്ധത നന്മയിലേക്ക് നയിക്കുന്നു. തഹത്ത അൽ ഉമ്മഹാത്ത് അക്ദാം അൽ ജന്ന അൽ ജന്നത്തു തഹത്ത അക്ദാമിൽ ഉമ്മഹാത്തി സ്വർഗം ഉമ്മമാരുടെ കാൽപാദത്തിന് താഴെയാണ്. വജ്ഹ് സ്വദഖത്ത് അഖീക ലക തബസ്സുമുക ഫി വജ്ഹി അഖീക സ്വദഖത്തുൻ ലക നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്കൊരു സദക്കയാണ്. മുറൻ കാന അൽ ഹക്കു വലൗ കുലിൽ ഹക്ക വലൗ കാന മുറൻ കൈപ്പാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. തർജിം ഇലൽ ഇൻജിലീജ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഹാദ അഖിയൽ കബീർ ദിസ് ഈസ് മൈ എൽഡർ ബ്രദർ യസ്തഗൽ ഫി ശരിക്കത്തിൻ കഹ്റബായിയത്തിൻ ഹി വർക്ക്സ് in an electrical company. Yasirun Talibun Yasir is a student. Yadrusu fi qismil fiziya he studies in the physics department. Ta'al ya Salim come on Salim. Hayya naruhu ila al maktaba let's go to the library. Aina Anis where is Anis ma wajadtuhu fil maktabar I didn't find him in the laboratory. Ya Fatima, mata tadhhabina ila qa'atil muhadara when will you go to the lecturing hall? I am going to library. Ana dhahibun ila al maktaba. They are students from the department of chemistry. Ulaika tullabun min qismil kimiya കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസാണ് അവർ. അല്ലെങ്കിൽ ഹും തുല്ലാബു മിൻ കിസ്മിൽ കീമിയ. വി ഹാവ് കംപ്ലീറ്റഡ് അവർ പ്രൊജക്ട്സ് ലാസ്റ്റ് വീക്ക്. ഖദ് അക്മൽന മഷാരി അന ഫിൽ ഉസ്ബുഇ സാബിഖ്. ഡിഡ് യു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ടു ദ ഓഫീസ്? ഹൽ ഖദ്ദംത ത്വലബക ഇലൽ മക്തബ്. ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്തോ? Practical examination will be held on next month. قد يعقد الامتحان الامتحان العملي means practical examination.
അപ്പോൾ ഫി ഷഹരിൽ ഖാദിം ഇൻ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഇതോടെ പാഠങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യം ഉത്തരങ്ങൾ പരിചയപ്പെടാം.